ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ പലരും പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ്. പപ്പായത്തായി നടുമ്പോൾ ചെരിച്ച് നട്ടാൽ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാകും ഒരു 3-4 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ, 2 തൈ ഞാൻ അടുത്തടുത്ത് നട്ടതാണ്. അത് ഒന്ന് നന്നായി ചെരിച്ച് നട്ട്, ഒന്ന് കുറച്ച് സ്ട്രെയിറ്റായിട്ട് നട്ട്. മൊത്തത്തിൽ ഞാൻ 5 തൈ നട്ടിട്ടുണ്ട്. അതിൽ 2 എണ്ണമാണ് ഞാൻ ചെരിച്ച് നട്ടത്. അപ്പോൾ 3-4 മാസം മുമ്പ് നട്ട തൈയാണിത്. എല്ലാത്തിൻ്റെ വളർച്ചയൊക്കെ ഒരുപോലെയാണ്. പക്ഷേ ഈ ചെരിച്ച് നട്ടതിൽ പെട്ടെന്ന് പൂവുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, 2 തൈ ഞാൻ ചെരിച്ച് നട്ടിരുന്നു. ആ 2 തൈമിൽ പെട്ടെന്ന് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പഴമക്കാർ പറയുന്നത് 100% ശരിയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. പപ്പായ തൈ ചെരിച്ച് നട്ടാൽ കായ്ഫലം പെട്ടെന്നുണ്ടാകുന്നുള്ള തെളിവാണിത്. ഒരേ സമയത്ത് ഞാൻ കുഴിച്ചിട്ട പപ്പായ തൈമിൽ ചെരിച്ച് നട്ടതിൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുക, കായുണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ആൺപൂവാണ്. പക്ഷേ മറ്റൊരു പപ്പായ തൈ ഈ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അതിൽ പെൺപൂവ് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിൽ കായ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇത് സ്ട്രെയിറ്റായിട്ട് കുഴിച്ചിട്ടതാണ് ഒരേ സമയത്ത്. പക്ഷെ അതിൽ നിന്നൊരു കായ് പൂവ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പപ്പായ തൈ കുഴിച്ചിടുമ്പോൾ ഈ ഒരു പരീക്ഷണം ചെയ്താൽ പെട്ടെന്ന് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ കായ്ഫലം കണ്ടു തുടങ്ങും. ഇതാ വേറൊരു ഞാൻ ചെരിച്ച് കുഴിച്ചിട്ടൊരു പപ്പായ തൈയാണിത്. ഇതിലും പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊരു മാർച്ച് മാസത്തിലാണ് കുഴിച്ചിട്ട് തുടങ്ങിയത്. കണ്ടോ, ഈ ചെരിച്ച് കുഴിച്ചിട്ട ഈ പപ്പായ തൈമിലും പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പെൺപൂവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ കായ്ഫലം കാണാൻ ഞാൻ വീഡിയോ ഇടാം. കായ ഉണ്ടായതിൻ്റെ വീഡിയോ കൂടി ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി പപ്പായ തൈ കുഴിച്ചിടുമ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. താങ്ക് യു.